ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ഏപ്രിൽ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ്. അതായത് ഏപ്രിൽ 7 തൊട്ട് ഏപ്രിൽ 13 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഏപ്രിൽ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ, അതായത് ഏപ്രിൽ 1 തൊട്ട് ഏപ്രിൽ 6 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞായിരുന്നു. ഇനി രണ്ടാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 7 തൊട്ട് 13 വരെയുള്ള കാര്യങ്ങൾ. നമ്മുടെ ചാനലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വീക്ക്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഇയർലി കറണ്ട് അഫയേഴ്സ് നമ്മുടെ ചാനലിലുണ്ട്. ഓരോ ഇയർ കഴിയുന്തോറും ആ ഇയർലി കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് വീക്ക്ലിയും എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല നമ്മുടെ ചാനലുണ്ടായിരിക്കുക. പേപ്പർ നോക്കിയിട്ട് എഴുതി ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആണ്. വിത്ത് ആൻസേഴ്സ് വിത്ത് പിക്ചേഴ്സ്. ആൻസേഴ്സ് വിത്ത് പിക്ചേഴ്സ് ആണ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. എന്തിനാണ് പിക്ചേഴ്സ് ആഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ്? പെട്ടെന്ന് ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിക്ചേഴ്സ് കാണുമ്പോൾ നമ്മൾ അങ്ങനെ പെട്ടെന്നൊന്നും മറന്നു പോകാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് പിക്ചേഴ്സ് വെച്ചിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ സാധനങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, LDC പരീക്ഷയൊക്കെ കഴിഞ്ഞതാണ്. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എന്തായാലും ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അധികം നീട്ടി വളച്ച് സംസാരിച്ചിട്ട് കൊണ്ടുപോകുന്നില്ല, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹു ഹാസ് അച്ചീവ്ഡ് എ ഹിസ്റ്റോറിക് മൈൽ സ്റ്റോൺ ബൈ ബിക്കമിംഗ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു എൻ്റർ ദ വേൾഡ്സ് ടോപ്പ് 10 റിച്ചസ്റ്റ് വിമൻ ലിസ്റ്റ്. അതായത് എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? അതായത് ആഗോളതലത്തിൽ അതിസമ്പന്നരായ 10 വനിതകളുടെ പട്ടികയിൽ ആദ്യമായി ഇടം നേടിയ ഇന്ത്യക്കാരി ആരാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ആഗോളതലത്തിൽ അതിസമ്പന്നരായ 10 വനിതകളുടെ പട്ടികയിൽ ആദ്യമായിട്ട് ഇടം നേടിയ ഇന്ത്യക്കാരി ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? The right answer is റോഷ്നി നാടാർ. ഓക്കെ, ആഗോളതലത്തിൽ അതിസമ്പന്നരായ 10 വനിതകളുടെ പട്ടികയിൽ ഇടം നേടി ഇന്ത്യയിൽ നിന്നുള്ള റോഷ്നി നാടാർ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. 2025 ഹുറൂൺ ഗ്ലോബൽ റിച്ച് പട്ടികയിൽ 3.5 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായി 5ാം സ്ഥാനത്താണ് HCL ടെക്നോളജി ചെയർപേഴ്സൺ ആയിട്ടുള്ള റോഷ്നി നാടാർ എത്തിയിരിക്കുന്നത്. ഈ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആര്? റോഷ്നി. ഓക്കെ, ഇന്ത്യയിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ 3ാം സ്ഥാനവും ആർക്കാണ്? റോഷ്നിക്കാണ്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മുകേഷ് അംബാനിയും അദാനി ഗ്രൂപ്പിന്റെ ഗൗതം അദാനിയുമാണ് ഇന്ത്യയിലെ അതിസമ്പന്ന പട്ടികയിൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞല്ലോ, ആഗോളതലത്തിൽ അതിസമ്പന്നരായ 10 വനിതകളുടെ പട്ടികയിൽ 5ാം സ്ഥാനത്താണ് റോഷ്നി വന്നിരിക്കുന്നത്. അപ്പോൾ 1ാം സ്ഥാനത്ത് ആരാണ്? എത്രയായിരിക്കും ആസ്തി എന്നുള്ളത് അറിയാൻ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കും അല്ലേ? അതായത് 10,200 കോടി ഡോളറിന്റെ ആസ്തിയുമായിട്ട് ആലീസ് വാൾട്ടൺ ആണ് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. 10,200 കോടി ഡോളറിന്റെ ആസ്തി. അതുപോലെ തന്നെ 2ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ലൊറിയലിന്റെ ഫ്രാങ്കോയിസ് ബെറ്റൻകോട്ട് മേഴ്സിനാണ് 2ാം സ്ഥാനം. അപ്പം ആലീസ് വാൾട്ടൺ ആണ് 1ാമത് എത്തിയിരിക്കുന്നത്. എത്രയാണ് ആസ്തി? 10,200 കോടി. റോഷ്നി നാടാർ 5ാം സ്ഥാനത്താണ്. എത്രയാണ് ആസ്തി വന്നിരിക്കുന്നത്? 3.5 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായിട്ടാണ് 5ാം സ്ഥാനത്ത് HCL ടെക്നോളജിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള റോഷ്നി നാടാർ എത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം: ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ യൂണിയൻ ഫിനാൻസ് സെക്രട്ടറി. അതായത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആയിട്ട് നിയമിതനായത് ആരാണ് എന്നാണ് ചോദ്യം. കേന്ദ്ര ധനകാര്യ സെക്രട്ടറി അല്ലെ, യൂണിയൻ ഫിനാൻസ് സെക്രട്ടറി ആരാണ്? അജയ് സേത്ത്. ഓക്കെ, കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആയിട്ട് അജയ് സേത്ത് മാർച്ച് 24-നാണ് നിയമിതനായത്. 1987 ബാച്ച് കർണാടക കേഡർ ഉദ്യോഗസ്ഥനായിട്ടുള്ള സേത്ത് സാമ്പത്തിക കാര്യ വകുപ്പ്, അതാണ് DEA, ഓക്കെ, സാമ്പത്തിക കാര്യ വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് സ്ഥാനക്കയറ്റം നേടിയിട്ടുള്ളത്. ഇതിനു മുന്നേ ആരായിരുന്നു ധനകാര്യ സെക്രട്ടറി? ആരായിരുന്നു? തുഹിൻ കാന്ത പാണ്ഡെ ആയിരുന്നു. അദ്ദേഹം സെബിയുടെ മേധാവിയായിട്ട് ഫെബ്രുവരിയിൽ നിയമിതനായതോടെയാണ് അജയ് സേത്ത് ധനകാര്യ സെക്രട്ടറി ആയിട്ട് നിയമിതനായിട്ടുള്ളത്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് സെബിയുടെ ചെയർമാൻ ആരാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഫെബ്രുവരിയിലാണ് അല്ലേ? അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞത് ധനകാര്യ സെക്രട്ടറി പദം വഹിച്ചിരുന്ന തുഹിൻ കാന്ത പാണ്ഡെ ഓഹരി വിപണി നിയന്ത്രണ ഏജൻസി ആയിട്ടുള്ള സെബിയുടെ മേധാവിയായിട്ട് ഫെബ്രുവരിയിൽ നിയമിതനായി. അങ്ങനെയാണ് അജയ് സേത്തിന്റെ നിയമനം അവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ ന്യൂ യൂണിയൻ ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് ആരാണ് സെലക്ട് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണ് നിയമിതനായിട്ടുള്ളത്? അജയ് സേത്ത് ആണ്. ഓക്കെ,
മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഇയർ ബിക്കം ദ വാമസ്റ്റ് ഇൻ ദ 175 ഇയേഴ്സ് ഓഫ് ഒഫീഷ്യലി റെക്കോർഡഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ? അതായത് എന്താണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്? എന്താണ് അന്തരീക്ഷ താപനില ഔദ്യോഗികമായി രേഖപ്പെടുത്തി തുടങ്ങിയ 175 വർഷങ്ങളിൽ ഏറ്റവും ചൂട് കൂടിയ വർഷമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ള വർഷം ഏതാണ് എന്നാണ് ചോദ്യം. 175 വർഷങ്ങളിൽ ഏറ്റവും ചൂട് കൂടിയ വർഷം ഏതാണ് എന്നാണ് ചോദ്യം. അതേതാണ്? 2024 2024 become the warmest in the 175 years of officially recorded atmospheric temperature. വളരെയധികം പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് WMO, അതായത് എന്താണ്, വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു തിരിച്ചുപോകിന് സാധ്യത വിരളമായ രീതിയിൽ ഭൂമിയിലെ കാലാവസ്ഥ താറുമാറായി എന്നാണ് ലോക കാലാവസ്ഥ സംഘടനയുടെ ജാഗ്രതാ നിർദ്ദേശം. 100 1000 വർഷം എടുത്താൽ പോലും ഒരു പരിഹാരമില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഭൂമി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവസ്ഥകളും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് WMO ചൂണ്ടിക്കാണിക്കുന്നത്. WMO എന്ന് പറയുന്നത് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ. ഈ മാറ്റം മൂലം വരും നാളുകളിൽ സംഭവിക്കാനിരിക്കുന്ന അതിതീവ്ര കാലാവസ്ഥ ദുരന്തങ്ങൾക്കും സാമ്പത്തിക സാമൂഹിക അടിയന്തരാവസ്ഥകൾക്കും തയ്യാറെടുത്തിരിക്കണമെന്നും മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. പ്രധാന കാലാവസ്ഥാ മാറ്റ സൂചകങ്ങളെല്ലാം റെക്കോർഡിലെത്തിയ ഒരു വർഷമാണ് 2024 എന്ന് പറയുന്നത്. അതുതന്നെയാണല്ലോ ഈ 175 വർഷങ്ങളിൽ ഏറ്റവും ചൂട് കൂടിയ വർഷമായിട്ട് 2024 മാറിയിരിക്കുകയാണ്. എന്തായിരിക്കും കാരണം? കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടുതൽ തന്നെയാണ് അല്ലേ? കഴിഞ്ഞ 8 ലക്ഷം വർഷത്തെ ഏറ്റവും കൂടിയ നിലയത്തിലാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വന്നിട്ടുള്ളത്. ഓരോ വർഷവും ചൂട് കൂടി വരാൻ ഇത് കാരണമായിട്ട് വരും. ഫോസിൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗം മൂലം അന്തരീക്ഷത്തിൽ അടിഞ്ഞുകൂടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പതിറ്റാണ്ടുകളോളം അവിടെ എന്നുള്ളതും ഒരു വലിയൊരു ഭീഷണിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സമുദ്ര താപനില രേഖപ്പെടുത്തിയതിന് ശേഷം ഏറ്റവും ചൂട് കൂടിയ വർഷമായി മാറിയിരിക്കുകയാണ് കടലിൽ കേട്ടോ. 65 വർഷത്തിനിടയിൽ, അതായത് സമുദ്ര താപനില രേഖപ്പെടുത്തി തുടങ്ങിയ ശേഷമുള്ള 65 വർഷത്തിനിടയിൽ കടലിന് ഏറ്റവും ചൂട് കൂടിയ വർഷമായി മാറിയിരിക്കുകയാണ് 2024. അപ്പോൾ ഒരുപാട് റെക്കോർഡുകൾ 2024 നല്ല റെക്കോർഡുകളല്ല അല്ലേ? വർഷം തോറും 2.1 മില്ലിമീറ്റർ എന്ന സമുദ്രജല നിരപ്പിലെ വർധന ഇപ്പോൾ ഇരട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. വർഷം തോറും 4.7 മില്ലിമീറ്റർ നിരക്കിലാണ് സമുദ്രജലം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ലോകമെങ്ങും തീരദേശ നിവാസികളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലമായി സംഭവിക്കുന്ന അതിതീവ്ര മഴ, പ്രളയം, വരൾച്ച, കൊടുങ്കാറ്റ്, കാട്ടുതീ തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ ലോകമെങ്ങും മുൻപില്ലാത്ത ദുരിതങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി കാലാവസ്ഥാ അഭയാർത്ഥികൾ എന്നൊരു വിഭാഗം ജനത കൂടി ഉണ്ടാവുകയാണ്. കാലാവസ്ഥാ അഭയാർത്ഥികൾ, അതായത് ജീവനും സ്വത്തിനും സംഭവിക്കുന്ന കനത്ത നാശം മൂലം ഉണ്ടാകുന്ന സാമ്പത്തിക അരക്ഷിതാവസ്ഥയും ഭക്ഷ്യധാന്യ ദൗർബല്യം കാരണം പലായനം ചെയ്യേണ്ടി വരുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാലാവസ്ഥാ അഭയാർത്ഥികൾ എന്ന് പറയുന്നത്. അങ്ങനത്തെ വിഭാഗം ജനങ്ങൾ ദിനം പ്രതി വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ് ഒരു കണക്ക്. ഓക്കെ, സംഭവം എന്താണ്? ഭൂമി പഴയ ഭൂമിയല്ല, നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അല്ലെ? കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുന്നതിലൂടെ മാത്രമാണ് ഇത്തരം ദുരിതങ്ങളുടെ പ്രത്യാഘാതം കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദുരന്തങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കില്ലെങ്കിലും അതിന്റെ പ്രത്യാഘാതം നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. എന്നാൽ പകുതിയോളം ലോകരാജ്യങ്ങളിൽ മാത്രമാണ് ഫലപ്രദമായ കാലാവസ്ഥാ പ്രവചന സംവിധാനങ്ങൾ നിലവിലുള്ളൂ എന്നുള്ളതും ഒരു സങ്കടകരമായ കാര്യം തന്നെയാണ്. അങ്ങനെ അന്തരീക്ഷ താപനില ഔദ്യോഗികമായി രേഖപ്പെടുത്തി തുടങ്ങിയ 175 വർഷങ്ങളിൽ ഏറ്റവും ചൂട് കൂടിയ വർഷമായിട്ട് 2024 മാറിയിരിക്കുകയാണ് അല്ലേ? അടുത്ത ചോദ്യം 4ാമത്തെ ചോദ്യമാണ് അല്ലേ? വിച്ച് സ്റ്റേറ്റ് അഡോപ്റ്റഡ് ട്യൂബർക്ലോസിസ് പേഷ്യൻസ് as part of the March 2025 tuberculosis eradication drive? അതായത് 2025 മാർച്ചിൽ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് ക്ഷയരോഗികളെ ദത്തെടുത്ത സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. 2025 മാർച്ചിൽ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് ക്ഷയരോഗികളെ ദത്തെടുത്ത സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? The right answer is മേഘാലയ. ഓക്കെ,
ക്ഷയരോഗ നിർമ്മാർജ്ജനം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ എല്ലാ രോഗികളെയും ദത്തെടുത്ത് സമഗ്രമായ ശ്രദ്ധയും കരുതലും ഉറപ്പാക്കുന്നതിനാണ് മേഘാലയ സർക്കാരിന്റെ ഈ നടപടി പുറത്തു വന്നിരിക്കുന്നത്. 4500 ക്ഷയരോഗികളുടെ സംരക്ഷണമാണ് നിലവിൽ മേഘാലയ ഏറ്റെടുത്തിട്ടുള്ളത്. പോഷകാഹാര കിറ്റ്, ചികിത്സ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സർക്കാർ നോക്കും എന്നുള്ളതാണ് അല്ലെ, ഒരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് മേഘാലയ സർക്കാർ കൈവരിച്ചിരിക്കുന്നത്. വ്യക്തികൾക്കും സംഘടനകൾക്കും രോഗികളെ ദത്തെടുക്കാൻ പ്രോത്സാഹനം നൽകുന്ന നിക്ഷയ് മിത്ര പദ്ധതി 2022 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരുന്നു. 2025 ആകുമ്പോഴേക്കും ഇന്ത്യയെ ക്ഷയരോഗമുക്തമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. 2030 സമ്പൂർണ്ണ ക്ഷയരോഗ നിവാരണമാണ് ഐക്യരാഷ്ട്ര സംഘടന ലക്ഷ്യമിടുന്നത്. ക്ഷയരോഗത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനും രോഗനിർമ്മാർജ്ജനത്തിനുമായി എല്ലാ വർഷവും മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിച്ചു വരുന്നുണ്ട്. മാർച്ച് 24 എപ്പോൾ തൊട്ടാണ് ഇത് ആചരിക്കാൻ തുടങ്ങിയത്? 1992 മുതലാണ് മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയെ കണ്ടെത്തിയതായിട്ട് ഡോക്ടർ റോബർട്ട് കോച്ച് പ്രഖ്യാപിച്ച ദിവസമായിരുന്നു മാർച്ച് 24. അതുകൊണ്ട് തന്നെയാണ് മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുന്നത്. നമ്മൾ പറഞ്ഞു മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം എന്ന് പറഞ്ഞു. അതിന്റെ തീം എന്താണ്? യെസ് വി ക്യാൻ എൻഡ് ബി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ എന്നുള്ളതാണ് ലോക ക്ഷയരോഗ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. അതായത് അതെ, നമുക്ക് ക്ഷയരോഗത്തെ തുടച്ചു നീക്കാം, പ്രതിജ്ഞാബദ്ധരാകുക, നിക്ഷേപിക്കുക, വിതരണം ചെയ്യുക എന്നുള്ളതാണ് 2025 ലോക ക്ഷയരോഗത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ക്ഷയം ഉണ്ടാകുന്നത്? അതായത് നമ്മൾ പറഞ്ഞല്ലോ, ആരാണ് കണ്ടുപിടിച്ചത്? ഡോക്ടർ റോബർട്ട് കോച്ച്. അദ്ദേഹമാണ് ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് കേട്ടോ. ക്ഷയരോഗത്തിന് കാരണമാകുന്നത് ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ പേരെന്താണ്? മൈക്രോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് മൂലമുണ്ടാകുന്ന അണുബാധയാണ് ക്ഷയം എന്ന് പറയുന്നത്. ശ്വാസകോശം, പ്ലൂറ, ലിംഫ് നോഡുകൾ തുടങ്ങിയവയാണ് ക്ഷയം സാധാരണ ബാധിക്കുന്ന അവയവങ്ങൾ എന്ന് പറയുന്നത്. ക്ഷയരോഗത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ആരോഗ്യ പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരെന്താണ്? പ്രധാനമന്ത്രി TB മുക്ത് ഭാരത് അഭിയാൻ എന്നുള്ളതാണ്. 2025 രാജ്യത്ത് നിന്ന് ക്ഷയരോഗം പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഏത് പദ്ധതിയുടെ ലക്ഷ്യം? പ്രധാനമന്ത്രി TB മുക്ത് ഭാരത് അഭിയാൻ. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? 2025 മാർച്ചിൽ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് ക്ഷയരോഗികളെ ദത്തെടുക്കുന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് പറഞ്ഞത്. ഏതാണത്? മേഘാലയയാണ് അല്ലെ. എത്ര പേരെയാണ് ഇപ്പോൾ നിലവിൽ ഏറ്റെടുത്തിട്ടുള്ളത്? 4500 ക്ഷയരോഗികളുടെ സംരക്ഷണമാണ് നിലവിൽ മേഘാലയ ഏറ്റെടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് റിയൂസബിൾ സ്പേസ് ലോഞ്ച് വെഹിക്കിൾ ഓഫ് ഇന്ത്യ? അതായത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച റിയൂസബിൾ ചെയ്യാൻ പറ്റുന്ന, അതായത് പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് അത്? പുഷ്പക് RLVTD ആണ്. RLVTD എന്ന് പറഞ്ഞാൽ എന്താണ്? RLVTD അതായത് റിയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ എന്നുള്ളതാണ് പുഷ്പക് RLVTD. ഓക്കെ, പുഷ്പക് RLVTD ഈസ് ദ ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് റിയൂസബിൾ സ്പേസ് ലോഞ്ച് വെഹിക്കിൾ ഓഫ് ഇന്ത്യ. എന്താണ് ബഹിരാകാശം? ഭൂമിയുടെ എത്ര കിലോമീറ്റർ ഉയരത്തിൽ നിന്നുള്ള അങ്ങനെയുള്ളതിനെ നമുക്ക് ബഹിരാകാശം എന്ന് പറയാൻ പറ്റുക. അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യ പ്രദേശത്തിനെയാണ് നമ്മൾ ബഹിരാകാശം എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 100 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് മുകളിലേക്കാണ് ബഹിരാകാശമായിട്ട് കണക്കാക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 100 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് മുകളിലേക്കാണ് ബഹിരാകാശമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ അല്ലേ? കാർമൻ ലൈൻ എന്നാണ് ഈ സാങ്കല്പിക അതിർത്തി രേഖയുടെ പേരെന്ന് പറയുന്നത്. എന്താണ്? കാർമൻ ലൈൻ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, ബഹിരാകാശം ആരുടെയെങ്കിലും സ്വന്തമാണോ? അമേരിക്കയാണ് കൂടുതൽ അവിടെ ഡെപ്പോസിറ്റ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അമേരിക്കയുടെയാണ് ബഹിരാകാശം? ഒരിക്കലുമല്ല. എന്താണ് സംഭവം? ഭൂമിയിൽ ഒരു രാജ്യത്തിനെയും സ്വന്തമല്ലാത്തൊരിടമാണ് ബഹിരാകാശം. കാരണം എന്താണെന്നറിയോ? 1967 അമേരിക്കയും റഷ്യയും ബ്രിട്ടനും ചേർന്ന് ഔട്ടർ സ്പേസ് ട്രീറ്റി എന്നൊരു ബഹിരാകാശ ഉടമ്പടി ഉണ്ടാക്കുകയുണ്ടായി. അതായത് ഒക്ടോബർ 10 പ്രാബല്യത്തിൽ വന്ന ഈ ഉടമ്പടി അനുസരിച്ചാണ് ബഹിരാകാശം ആരുടെയും സ്വന്തമല്ലാതായത്. ഭൂമിക്ക് പുറത്തുള്ള ഒരു വസ്തുവിനും ആർക്കും അവകാശം ഉന്നയിക്കാനായിട്ട് സാധിക്കത്തില്ല. അവ എല്ലാവരുടേതുമാണ്. സമാധാനപരമായ ആവശ്യങ്ങൾക്കും ഗവേഷണങ്ങൾക്കുമായി ആർക്കും ബഹിരാകാശത്തെയും മറ്റ് ജ്യോതിർഗോളങ്ങളെയും പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഈ ഉടമ്പടിയുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഔട്ടർ സ്പേസ് ട്രീറ്റിയിൽ ഇന്ത്യ ഉൾപ്പെടെ 100 രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പൊ പക്ഷെ അവിടെ എന്തുണ്ട്? ഒരു ബഹിരാകാശ നിലയമുണ്ട് അല്ലെ. ബഹിരാകാശത്ത് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന അത്യാധുനിക ഗവേഷണ ലബോറട്ടറിയാണ് ഏതെന്ന് പറയുന്നത്? ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്.
ബഹിരാകാശത്ത് മനുഷ്യൻ സ്ഥാപിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒറ്റ നിർമ്മിതിയാണ് ഇത് ISS അഥവാ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസി ആയിട്ടുള്ള നാസ, റഷ്യയുടെ റോസ്കോസ്മോസ്, ജപ്പാന്റെ ജാക്സ, യൂറോപ്യൻ സ്പേസ് ഏജൻസി ESA, കനേഡിയൻ സ്പേസ് ഏജൻസി എന്നീ ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ ISS അല്ലെങ്കിൽ രാജ്യാന്തര ബഹിരാകാശ നിലയം എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് 402 കിലോമീറ്റർ അകലെയാണ് രാജ്യാന്തര ബഹിരാകാശ നിലയം പ്രവർത്തിക്കുന്നത്. 15 രാജ്യങ്ങളാണ് ISS നിർമ്മാണത്തിൽ പങ്കാളിയായിട്ടുള്ള. ഏതൊക്കെയാണ്? US, റഷ്യ, കാനഡ, ജപ്പാൻ എന്നീ രാജ്യങ്ങളും യൂറോപ്യൻ സ്പേസ് ഏജൻസിയിലെ അംഗരാജ്യങ്ങളുമാണ് നിർമ്മാണത്തിന് പിന്നിലുള്ളത്. ബെൽജിയം, ഡെൻമാർക്ക്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലൻഡ്, നോർവേ, സ്പെയിൻ, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ്, ബ്രിട്ടൻ എന്നിവയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയിലെ അംഗങ്ങൾ. ഈ രാജ്യാന്തര ബഹിരാകാശ നിലയുണ്ടല്ലോ ഓരോ 92.9 മിനിറ്റിലും ഭൂമിയെ വലം വയ്ക്കുന്നുണ്ട്. ദിവസവും ഏതാണ്ട് 16 തവണയാണ് ബഹിരാകാശ നിലയം ഭൂമിയെ വലം വയ്ക്കുന്നത്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിൽ പോയി തിരികെ വരാനുള്ള അത്രയും ദൂരമാണ് ഒരു ദിവസം ISS സഞ്ചരിക്കുന്നത്. ഭൂമിയിൽ നിന്നൊരു ബഹിരാകാശ വാഹനം വിക്ഷേപിച്ചാൽ 4 മണിക്കൂറിനുള്ളിൽ ബഹിരാകാശ നിലയത്തിൽ എത്താനായിട്ട് സാധിക്കും. US ഹൂസ്റ്റണിലും റഷ്യയിലെ മോസ്കോയിലുമാണ് സ്പേസ് സ്റ്റേഷന്റെ കൺട്രോൾ സെന്ററുകൾ ഉള്ളത്. 90 കിലോവാട്ട് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന 8 സൗരോർജ്ജ പാനലുകളാണ് നിലയത്തിൽ ആവശ്യമായ വൈദ്യുതി നൽകുന്നത്. എന്നാൽ കാലപ്പഴക്കം മൂലം ഇപ്പോഴത്തെ രാജ്യാന്തര ബഹിരാകാശ നിലയം പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട് കേട്ടോ. 2031 തിരിച്ചിറക്കുമെന്നാണ് നാസ അറിയിച്ചിട്ടുള്ളത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ബഹിരാകാശ നിലയത്തിന്റെ വലിയൊരു പങ്കും കത്തിയമരും. ബാക്കിയുള്ളവ പസഫിക് സമുദ്രത്തിൽ വീഴ്ത്താനാണ് നാസയും സംഘവും തയ്യാറെടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹിരാകാശത്ത് സ്വന്തം വിലാസം സ്ഥാപിക്കാൻ ഇന്ത്യയും തയ്യാറെടുക്കുകയാണ്. ഇന്ത്യയുടെ ബഹിരാകാശ നിലയമായിട്ടുള്ള ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ 2035 യഥാർത്ഥമാക്കാനുള്ള ശ്രമങ്ങളിലാണ് ISRO ഇപ്പോഴുള്ളത്. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയാകും ഇന്ത്യയുടെ സ്റ്റേഷൻ പ്രവർത്തിക്കുക. ഇതിന്റെ ആദ്യ മൊഡ്യൂൾ 2028 വിക്ഷേപിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തുടർ വർഷങ്ങളിലെ ബാക്കി 4 മൊഡ്യൂളുകളും ബഹിരാകാശത്ത് എത്തിക്കും. ബഹിരാകാശ വാരവും ഉണ്ട് കേട്ടോ. അതായത് രാജ്യാന്തര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നുണ്ട്. 1994 UN നേതൃത്വം നൽകുന്ന ബഹിരാകാശ വാരാചരണത്തിന് തുടക്കം എന്ന് പറയുന്നത്. 1957 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമോപഗ്രഹം എന്ന് പറയുന്നത്. സ്പുട്നിക് വിക്ഷേപിച്ച ഒക്ടോബർ 4 ഔട്ടർ സ്പേസ് ട്രീറ്റി പ്രാബല്യത്തിൽ നിന്ന് ഒക്ടോബർ 10 എന്നീ ദിനങ്ങളെ കോർത്തിണക്കിയാണ് രാജ്യാന്തര ബഹിരാകാശ വാരം ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം. വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ഡെവലപ്ഡ് AI-powered tool named AMR Sense for tracking antibiotic resistance in real time? The right answer is IIT Delhi. IIT Delhi has developed AI-powered tool named AMR Sense എന്നാണ്. AI-powered toolയുടെ പേരെന്താണ്? AMR Sense. അത് എന്ത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഫോർ ട്രാക്കിംഗ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇൻ റിയൽ ടൈം. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം. ദ ഫസ്റ്റ് എവർ ഐസ് ക്ലൈംബിംഗ് ഫെസ്റ്റിവൽ ഇൻ ഇന്ത്യ വാസ് സെലിബ്രേറ്റഡ് ഇൻ ഡാഷ് വാലി. ഏത് വാലിയിൽ വെച്ചിട്ടാണ് ഐസ് ക്ലൈംബിംഗ് ഫെസ്റ്റിവൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഐസ് ക്ലൈംബിംഗ് ഫെസ്റ്റിവൽ നടത്തുന്നത്? അത് ഏത് വാലിയിൽ വെച്ചിട്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് നുബ്ര വാലി. ദ ഫസ്റ്റ് എവർ ഐസ് ക്ലൈംബിംഗ് ഫെസ്റ്റിവൽ ഇൻ ഇന്ത്യ വാസ് സെലിബ്രേറ്റഡ് ഇൻ നുബ്ര വാലി. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. ഹു ഈസ് ദ ഓഥർ ഓഫ് ദ നോവൽ ദ സിറ്റി ആൻഡ് ദ സീ? ദ സിറ്റി ആൻഡ് ദ സീ എഴുതിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? രാജ് കമൽ ജാ. രാജ് കമൽ ജാ ഈസ് ദ ഓഥർ ഓഫ് ദ നോവൽ ദ സിറ്റി ആൻഡ് ദ സീ. അദ്ദേഹം ആരാണ്? അദ്ദേഹം ഒരു ഇന്ത്യൻ ന്യൂസ് പേപ്പർ എഡിറ്ററാണ്, നോവലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ 3rd രവീന്ദ്രനാഥ് ടാഗോർ ലിറ്ററസി പ്രൈസ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഫോർ ദ നോവൽ ദ സിറ്റി ആൻഡ് ദ സീ. നോവലിന് തന്നെയാണ് അദ്ദേഹത്തിന് 3ാം രവീന്ദ്രനാഥ് ടാഗോർ ലിറ്ററസി പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. DGTR ഓപ്പറേറ്റ്സ് അണ്ടർ വിച്ച് മിനിസ്ട്രി? DGTR എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രേഡ് റെമഡീസ് എന്നുള്ളതാണ് DGTRന്റെ ഫുൾ ഫോം. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്? മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആണോ? മിനിസ്റ്റർ ഓഫ് ടൂറിസം ആണോ? മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണോ? മിനിസ്റ്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണോ? The right answer is Ministry of Commerce and Industry. DGTR means Directorate General of Trade Remedies, operates under Ministry of Commerce and Industries. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. Which are the countries are the member of the Five Eyes Alliance? ഏതൊക്കെ രാജ്യങ്ങളാണ്? The right answer is
യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം, കാനഡ, ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ്. ഏതൊക്കെയാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം, കാനഡ, ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് ആർ ദ കൺട്രീസ് ദ മെമ്പർ ഓഫ് ദ 5 ഐസ് അലയൻസ്. ഓക്കെ, അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഏപ്രിൽ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? പുതിയ ധനകാര്യ സെക്രട്ടറി ആരാണ്? അജയ് സേത്താണ്. അജയ് സേത്തിന് മുൻപ് ആരായിരുന്നു? തുഹിൻ കാന്ത പാണ്ഡെ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ ആരാണ്? സെബിയുടെ ഡയറക്ടറാണ് അല്ലേ. അതുപോലെ തന്നെ ആഗോളതലത്തിൽ അതിസമ്പന്നരായ 10 വനിതകളുടെ പട്ടികയിൽ ആരാണ് ഇടം നേടിയിരിക്കുന്നത്? രോഷ്നി. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുള്ള ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.